നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി വിശേഷത്തെക്കുറിച്ചാണ്. പ്രണവമലയിൽ അമാവാസി, മേടമാസത്തിലെ അതിവിശേഷകരമായ അമാവാസിയെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ ഉച്ചം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമാവാസിക്ക് വഴിപാടുകൾ ചെയ്താൽ ഇരട്ടി ഫലമുണ്ടാകും മറ്റുള്ള അമാവാസിയേക്കാൾ. പ്രണവമലയിലെ അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നമുക്ക് നിരന്തരമായി ശത്രുദോഷങ്ങൾ മൂലം നമുക്ക് നല്ല സ്പീഡ് കിട്ടിയിട്ട് വീണ്ടും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 27 ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കൽ നടത്തിയാൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് നല്ല ഒരു അടി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. കാരണം ഇവിടെ നിരന്തരമായി എല്ലാ മാസത്തിലും കുടുംബത്തിലുള്ള എല്ലാവരുടെ പേരിലും 27 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കുന്ന ഒരു യുവാവുണ്ട്. 4 പേരുണ്ടെങ്കിൽ ഒരു ആളുടെ പേരിൽ ചെയ്യണമെങ്കിൽ 2700 രൂപയാണ്. അപ്പോൾ 4 പേർക്ക് ചെയ്യുമ്പോൾ 10800 രൂപയാണ്. അപ്പോൾ അത് ചെയ്താലുള്ള ഗുണം നല്ല സ്പീഡ് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിലേക്ക് തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ശത്രുക്കൾ മൂലം വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ അമാവാസി പാക്കേജുകൾ എടുത്ത് ചെയ്യുക. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ 27 സ്ഥലത്ത് മുട്ടിറക്കൽ നടത്തുന്നത് വളരെ വളരെ വിശേഷകരമായിരിക്കും. വല്ലാതെ ശത്രുക്കൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആവാഹന പൂജയുണ്ട്. ഈ ആവാഹന പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാകും. അപ്പോൾ ചിലർക്ക് വീണ്ടും തടസ്സം വരുന്ന പോലെ ഫീൽ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അമാവാസി പാക്കേജുകൾ എടുത്ത് ചെയ്യുക. അതേപോലെ അമാവാസിയുടെ അന്ന് ഭദ്രകാളിയുടെ അടുത്ത് ശൂലിനി ഹോമം നടത്തുക. അപ്പോൾ നല്ല മാറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കിവിടെ 7-ാം തീയതിയും 8-ാം തീയതിയുമായിട്ടാണ് പ്രണവമലയിലെ അമാവാസി പൂജകൾ വരുന്നത്. അപ്പോൾ 7-ാം തീയതി ശക്തി ഗണപതിയുടെ അടുത്ത് 108 ഗണപതി ഹോമം ചെയ്യാം. അതിന് നമുക്ക് 1000 രൂപയുടെ പാക്കേജിൽ ചെയ്യാം. അതേപോലെ തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ചണ്ഡികാ ഹോമം ചെയ്യാം. 1000 രൂപ പാക്കേജ് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 12000 രൂപയാണ്. ശക്തി ഗണപതിയുടെ അടുത്ത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 108 ഗണപതി ഹോമം ചെയ്യണമെങ്കിൽ 15000 രൂപയാണ്. ഇതിന് 21 ഗണപതി ഹോമം ചെയ്യാം 3500 രൂപയ്ക്ക്. അപ്പോൾ ചണ്ഡികാ ഹോമം പാക്കേജിൽ 1000 രൂപയ്ക്ക് ചെയ്യാം. അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനം ചെയ്യാം. ഓരോ ദേവതയ്ക്കും മഹാവിഷ്ണു ഭഗവാൻ 1000 രൂപ, ശ്രീകൃഷ്ണ ഭഗവാനും 1000 രൂപ ആ നിരക്കിൽ ചെയ്യാം. അതേപോലെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ 12 പാത്രം വലിയ ഉരുതി വാദ്യമാല കൊണ്ട് തർപ്പണം നടത്താം 1000 രൂപ പാക്കേജിൽ. അതോടൊപ്പം തന്നെ ദാരിക നിഗ്രഹ ഹോമം ചെയ്യാം. അത് രണ്ടും പാക്കേജിൽ വരുന്നതാണ്. അതുകൂടാതെ വീരഭദ്രസ്വാമിക്ക് നെയ്പായസ ഹോമം നടത്താം, ദക്ഷിണ പൂജ നടത്താം 1000 രൂപ പാക്കേജിൽ. അതേപോലെ തന്നെയാണ് ദേവദേവൻ മഹാദേവന് 336 കുടം ജലധാര വാദ്യമേളങ്ങളോട് തർപ്പണം നടത്താം 1000 രൂപ പാക്കേജിൽ. അത് ചെയ്യുന്നത് 8-ാം തീയതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമാവാസി പാക്കേജുകൾ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് 7-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷമാണ് ശൂലിനി ഹോമം നടത്തുന്നത്. ആ ശൂലിനി ഹോമമൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ. 6500 രൂപയാണ്, അതിന് പാക്കേജൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെയാണ് 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ അമാവാസിയുടെ നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്താം. അപ്പോൾ ഒരു ആയുധത്തിന് സാധാരണ രീതിയിൽ 100 രൂപയാണ് വരുന്നത്. അമാവാസി പാക്കേജ് ആയതുകൊണ്ട് 50 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അത് തന്നെ 27 സ്ഥലത്തും ആയുധ സമർപ്പണം നടത്തണമെങ്കിൽ ഏകദേശം 17,000 ചില്ലാൻ രൂപ ചിലവ് വരും. അപ്പോൾ അമാവാസി പാക്കേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് 7000 രൂപയ്ക്ക് ചെയ്യാം. നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ 8100 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ് അമാവാസി പാക്കേജ് പൂജകൾ. അപ്പോൾ ചിലർ കരുതും ഈ പാക്കേജ് പൂജ എന്ന് പറഞ്ഞാൽ പൂജയ്ക്കൊക്കെ പാക്കേജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സാധാരണക്കാരൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും പ്രണവമലയിലെത്തുക. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ, അങ്ങനെ 27 ദേവതകൾക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ തീർച്ചയായിട്ടും ഏതൊരാളും ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും. അതിലൊരു തർക്കവുമില്ല. അതേപോലെ തന്നെയാണ് 27 ദേവതകൾക്കും ഓരോ ദിവസവും 10 രൂപയുടെ ജലാഭിഷേകം നടത്താം. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച്. അപ്പോൾ ഒരു ദിവസം നടത്തുമ്പോൾ 270 രൂപ, 3 ദിവസം നടത്തുമ്പോൾ 810 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ പ്രണവമലയിലെ അമാവാസി പാക്കേജുകൾ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. കാരണം എൻ്റെ ഒരു സ്വന്തത്തിലുള്ള ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, 5 രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം ശരിയാവും എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നിട്ടാണ് നമ്മളിങ്ങനെ ആവാഹന പൂജ അല്ലെങ്കിൽ പാക്കേജ് പൂജ അല്ലെങ്കിൽ ഇങ്ങനെ ഹോമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടിത്തരിച്ചു പോകുമെന്ന് പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി, കാലം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആൾ പറഞ്ഞതിൻ്റെ സാരാംശം മനസ്സിലായോ? ഈ 5 രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചാലൊന്നും ഒരാളും രക്ഷപ്പെടില്ല. ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മണ്ടത്തരങ്ങളായ അറിവുകളാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെ പിന്നിലേക്ക് വലിക്കുന്നത്. കാരണം ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ആരും ഈ ലോകത്തിലില്ല.
എല്ലാവർക്കും രക്ഷപ്പെടണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള വഴികളാണ് അറിയില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു, ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടുന്ന് ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക. ആ ചരട് ധരിച്ച് 27 ദിവസം അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് ധരിച്ച് അതിലൂടെ ലഭിക്കുന്ന പൈസയിൽ നിന്ന് 5000 രൂപയാണ് ഏലസിന്. അപ്പോൾ ഏലസ് ധരിച്ച് പിന്നീട് എല്ലാ മാസത്തിലും 1400 രൂപയുടെ വഴിപാട് ചെയ്യുക. അങ്ങനെ 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം. അതിനിടയിൽ ഒന്ന് ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് പ്രായശ്ചിത്ത ബലി ഇടുക. അതിന് 3000 രൂപയാണ്. പിന്നീട് ആവാഹന പൂജയിലേക്ക് എത്താം, 56,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 100 രൂപയുടെ മുടക്കുന്ന് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ 150 രൂപ. അതിൽ നിന്നാണ് നമ്മൾ ഏലസ് വാങ്ങുന്നത്. ഏലസ് കെട്ടി പൈസ ഉണ്ടാക്കിയിട്ടാണ് പൂജയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരിക്കലും പൈസേനെ പേടിക്കേണ്ട. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ആവാഹന പൂജയ്ക്ക് വരുന്നതിന് വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യും. വടക്ക് പടിഞ്ഞാറ് അടുക്കളയും കിണറാണെങ്കിൽ ഞാനിവിടെ നിന്ന് പൂജ തരില്ല. കാരണം ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ 2.5 വർഷം വരെയൊക്കെ ആവാഹന പൂജ കഴിയുമ്പോൾ നല്ല മെച്ചമുണ്ടാവും, പക്ഷേ പിന്നീട് എല്ലാം തകർന്നടിയും. അപ്പോൾ ആ അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ വാസ്തു ചെക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും. ധൈര്യത്തോടുകൂടി വരാം. അപ്പോൾ ഈ അമാവാസി പാക്കേജ് പൂജകളൊക്കെ ധൈര്യമായിട്ട് എടുത്ത് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്ക് പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഏത് രോഗം വരാൻ പോകുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇതെല്ലാം കൃത്യമായി കണ്ട് മനസ്സിലാക്കിയാൽ ഇനിയുള്ള കാലം നമുക്ക് പ്രണവമലയോടൊപ്പം ജീവിക്കാം. ജീവിതത്തിൽ ഒരു കാലത്തും പരാജയപ്പെടേണ്ടി വരികയില്ല. യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികൾ എന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, പ്രകൃതി ശക്തികൾ അവർക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. അല്ലാതെ മനുഷ്യനായിട്ട് ജനിച്ച് മരിച്ചുപോയ ആളുകളൊന്നും ദൈവമാകില്ല എന്ന് യാഥാർത്ഥ്യം അറിയുക. ഒരു മനുഷ്യനും ദൈവമായിട്ട് വരില്ല എന്നുള്ളത് അറിയുക. മറ്റുള്ള എല്ലാം കഥകളാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രണവമലയിലെ അമാവാസി ദിവസങ്ങളിലേക്ക് 7, 8 തീയതികളിലായിട്ട് നടക്കുന്ന അമാവാസി പൂജകളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.